അരയ്ക്ക് താഴെ ചലനശേഷിയില്ലാത്ത മലപ്പുറം അങ്ങാടിപ്പുറം പുത്തനങ്ങാടി സ്വദേശി മുഹമ്മദ് മുനീഫിന് ഒരാഗ്രഹമുണ്ട്. സ്വന്തമായി ഒരു മുച്ചക്ര വാഹനം വേണമെന്ന്. എന്നാൽ കഴിഞ്ഞ 7 വർഷമായി ഒരു മുച്ചക്ര വാഹനത്തിനായി മുനീഫും പിതാവും മുട്ടാത്ത വാതിലുകളില്ല. മങ്കട ഗവൺമെന്റ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയായ മുനീഫിന്റെ വർഷങ്ങളായുള്ള സ്വപ്നമാണ് ഒരു മുച്ചക്ര വാഹനം എന്നത്. അവനൊരു മുച്ചക്ര മോട്ടോർ സൈക്കിളിന് വേണ്ടി ഞാൻ മുട്ടാത്ത വാതിലുകളില്ല. ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ അദാലത്തിൽ KT ജലീൽ സാർ അതിൽ പങ്കെടുത്തു. അന്ന് ഞങ്ങൾക്ക് ലഭിച്ചില്ല. പിന്നെ 3 മന്ത്രിമാർ ആന്റണി രാജു, മുഹമ്മദ് റിയാസ്, MP രാജേഷ് എന്നിവരുടെ അദാലത്തിലൊക്കെ ഞാൻ പങ്കെടുത്തവന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇതിലൊന്നും ഞങ്ങൾക്കൊരു പരിഹാരവും കണ്ടില്ല. സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് ഇത് കിട്ടുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. മുനീഫിന് കോളേജിൽ പോകാൻ മറ്റു നിവൃത്തിയില്ലാതെ വന്നതോടെ പിതാവ് മുജീബ് തന്റെ പഴയ സ്കൂട്ടർ സുമനസ്സുകളുടെ സഹായത്തോടെ മുച്ചക്ര വാഹനമാക്കി മാറ്റുകയായിരുന്നു. എന്നാൽ പഴയ സ്കൂട്ടർ ആയതിനാൽ പലപ്പോഴും വഴിയിൽ കുടുങ്ങുന്നതും പതിവാണ്. ഉപ്പാന് വേണ്ടി ഞാൻ പോണത്. അപ്പോൾ എന്താ അവിടെ ഇവിടെ വെച്ച് കുടുങ്ങലുണ്ട്. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ കുറേ അദാലത്തിലും മന്ത്രിമാരടുത്തും പോയി. പക്ഷേ അതിലൊന്നും കാര്യം ഉണ്ടായിട്ടില്ല. ഒരു മുച്ചക്ര വണ്ടി കിട്ടണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. വേറെ ഒന്നല്ല, അതാണ് പ്രധാനമായിട്ടുള്ള ആഗ്രഹം. കൂലിപ്പണിക്കാരനായ മുജീബിന് മകൻ ഒരു സ്കൂട്ടർ വാങ്ങി നൽകാനുള്ള സാമ്പത്തികമില്ല. മകന്റെ മറ്റു ആവശ്യങ്ങൾക്ക് തന്നെ പണം കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയാണ്. നന്നായി പഠിച്ച് ഒരു ജോലി നേടുക എന്നുള്ളതാണ് മുഹമ്മദ് മുനീഫിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനായി പഠിക്കാൻ പോകണമെങ്കിൽ ഒരു മുച്ചക്ര വാഹനം മുനീഫിന് കൂടിയേ തീരൂ. ഇതിനായി വർഷങ്ങളായി മുട്ടാത്ത വാതിലുകളില്ല മുനീഫും കുടുംബവും. സർക്കാർ സംവിധാനങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടതോടെ സുമനസ്സുകളുടെ സഹായമെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മുനീഫും കുടുംബവും. അനുരൂപിച്ചിക്കോടിനൊപ്പം ജംഷീർ കുടുങ്ങി, മീഡിയ 1 മലപ്പുറം.